ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ നാരായണ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര. ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയച്ഛ മേ. ശ്രീ മഹാഗണപതേ നമഃ. വിഘ്നേശ്വരായ നമഃ. ശ്രീ ഗംഗണപതയേ നമഃ. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ത്രയോദശോധ്യായം. നാരായണ പുരാണങ്ങളിലെ ശോക സംഖ്യാ വിവരണം. ശ്രീ സുതോവാച. യബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുത സ്തുന്യന്തി ദിവ്യൈസ്തവൈ വേദൈ സംഘപദക്രമോ പരിഷദൈ ഗായന്തിയം സാമഗ ധ്യാനവ്യസ്ഥിത ധ്യാനാം വസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം നാവിദു സുരാസുരഗണ ദേവായ തസ്മൈ നമഃ. നാരായണ. ഹരേ നാരായണ. പൃഷ്ഠേ പൃഷ്ഠേ ഭ്രാമ്യദ്ധ മന്ദമന്ഥാര ഗിരിഗ്രാവഗ്ര കണ്ടുയാന്. നാരായണ. പൃഷ്ഠേ ഭ്രാമ്യാദ മന്ദ മന്ധര ഗിരിഗ്രാവഗ്ര കണ്ടുയാന്. നിദ്ര നിദ്രാലോ കമടാകൃതേ ഭഗവത ശ്വാസാനില പാണ്ഡുവ യത്സംസ്കാര കലാനോ വർത്തനാവശാത് വേദാനി വേദ്യാംബാസം യഥായ യഥാ യഥാ മദദ്ഭൃതം ജലനിധേർനാദ്യാഭി വിശ്രാമ്യതി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ നാരായണ. പാലാഴി മദന സമയത്ത് ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ മന്ദാരമൃഗത്തെ പൃഷ്ഠത്തിൽ ധരിച്ചപ്പോൾ അതിന്റെ ശിലാസ്പർശ സുഖത്താൽ നിദ്രാശീലനായിരിക്കുന്ന കൂർമാകൃതിയായ ഭഗവാന്റെ ശ്വാസ വായുക്കള് നമ്മളെ പാലിക്കട്ടെ. യാതൊരു ശ്വാസവായുക്കളുടെ വാസനാലേശവിശേഷ നിമിത്തം ക്ഷോഭം എന്ന വ്യാജേന ആലസ്യം കൂടാതെ നടന്നുകൊണ്ടിരിക്കുന്ന സമുദ്രത്തിന്റെ ജലങ്ങളുടെ ചലനം ഇപ്പോഴും വിശ്രമിക്കുന്നില്ല. സമുദ്രത്തിന്റെ ചലനം നിലയ്ക്കാതിരിക്കുന്നതിന് കാരണം ആ ഭഗവാന്റെ ശ്വാസവായുക്കളുടെ ചലനം കൊണ്ടാണ്. ഹരേ നാരായണ. പുരാണസംഖ്യ സംഭൂതിമസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മഹാത്മ്യം പടാദേശ നിബോധത്. നാരായണ. പുരാണങ്ങളുടെ സംഖ്യ എത്രയെന്നും അതിലെ ശ്ലോകസംഖ്യ എത്രയെന്നും ഈ ഭാഗവത പുരാണങ്ങളില് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയവും അതിന്റെ പ്രയോജനവും പുരാണ ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുക, പഠിക്കുക, കേൾക്കുക എന്നിവയുടെ മഹാത്മ്യം ഇവിടെ പറയാം. നാരായണ. ഗ്രാമം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടിജ ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി ശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവ വാണം ച ദശപഞ്ച ചതുശ്ശതം ചതുർദശ ഭവിഷ്യം സ്യാത്താദ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവ. നാരായണ. ചതുർവിംശതി വാരാഹ മേഘാശിതി സഹസ്രകം സ്കാന്ദം ശതം
മാത്സ്യം ദത്തോ ചതുർദശ ഏകോനവിംശ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതോ ഏവം പുരാണ സന്ദേഹശ്ചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ട ദശസഹസ്രം ശ്രീ ഭാഗവത വിഷ്യതേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മപുരാണം 10,000 ശ്ലോകം, പത്മപുരാണം 50,000 ശ്ലോകം, ശ്രീ വിഷ്ണുപുരാണം 20,000 ശ്ലോകം. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരാണങ്ങളിൽ കൂടി ആകെ 4 ലക്ഷം ശ്ലോകം അടങ്ങിയിരിക്കുന്നു. ഇതില് ശ്രീ ഭാഗവതത്തില് 18,000 ശ്ലോകമാണ് ഉള്ളത്. ഇതം ഭഗവതാപൂർവം ബ്രഹ്മണേ നാഭി പങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാത് സാമ്പ്രകാശിതം. നാരായണ. ഈ ഭാഗവത പുരാണം ആദിയില് ഭഗവാന്റെ നാഭികമലത്തില് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മദേവനെ ഭഗവാന്റെ സൃഷ്ടി കർമ്മം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള സൃഷ്ടികർമ്മത്തിൽ താൻ ബദ്ധനാവുമെന്ന് ഭയപ്പെട്ട ബ്രഹ്മാവിനോട് കാരുണ്യവാനായ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ്. ആദിമധ്യാവസാനേഷു വൈരാഗ്യാന സംയുതം ഹരിലീലകഥാ മൃതനന്ദിത സത്സുരം. നാരായണ. ഹരിലീലകഥാ മൃതനന്ദിത സത്സുരം. നാരായണ. ഇതിന്റെ ആദിയില്, മധ്യത്തില്, അന്ത്യത്തില് പ്രപഞ്ചിക സുഖങ്ങള് നിസാരമാണെന്ന് ബോധിപ്പിച്ച് വിരക്തി ഉണ്ടാക്കുന്നതിനും സഹായിക്കുന്ന കഥകള് അടങ്ങിയിരിക്കുന്നു. ഹരിലീല കഥന സമൂഹമാകുന്ന അമൃതത്തില് ആനന്ദിപ്പിക്കുന്ന ഈ പുരാണ സത്തുക്കളുടെയും ദേവന്മാരോടും കൂടിയുള്ളതാകുന്നു. സർവവേദാന്തസാരം യത് ബ്രഹ്മത്വൈക തത്വലക്ഷണം വസ്ത്വാദ്വിതീയം തന്നിഷ്ടം കൈവല്ലിക പ്രയോജനം. നാരായണ. ബ്രഹ്മവും ആത്മാവും ഒന്നു തന്നെ കാണിക്കുന്ന ലക്ഷണങ്ങളോട് കൂടിയതും സർവവേദാന്തസാരവും അദ്വിതീയവും അതിന്റെ തന്നെ വിഷയങ്ങളിലെ നിഷ്ഠവും കൈവലമാവുന്ന ആ മുഖ്യ പ്രയോജനത്തോടു കൂടിയതാവുന്നു. നാരായണ. പ്രൗഷ്ടപദ്യം പൗർണമാസ്യാം ഹേമസിംഹാസമന്വിതം ദദാതിയോ ഭാഗവതം സായാതി പരമാം ഗതി. പ്രോഷ്ട മാസത്തിലെ പൗർണമി നാളില് സ്വർണം കൊണ്ട് നിർമ്മിച്ച സിംഹാസനത്തിൽ വെച്ച് ആരാണോ ഭാഗവത ഗ്രന്ഥം ദാനം ചെയ്യുന്നത് അവൻ പരമഗതി പ്രാപിക്കും. രാജാന്തേ തവധാന്യാനി പുരാണാനി സദാംഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാത് ശ്രീമദ് ഭാഗവതം വരം. അമൃത സമുദ്രമായ ഭാഗവതം ഏതുനാൾ വരെ കേൾക്കാൻ സാധിച്ചില്ലയോ അതുവരെ അന്യങ്ങളായ പുരാണങ്ങള് സത്തുക്കളുടെ സംഘത്തില് ശോഭിക്കുന്നു. സർവവേദാന്തസാരംഗി ശ്രീ ഭാഗവത വിക്ഷ്യതേ തദ്രസാമൃത തൃപ്തസ്യ നാന്യത്ര സ്യാദ്യതി ക്വചിത്. നാരായണ. ശ്രീമത്തായ ഭാഗവതം സർവ ഉപനിഷത്തുക്കളിലും അടങ്ങിയ സാരാംശമാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഭാഗവതത്തിന്റെ അമൃത സമാനമായ രസത്തില് തൃപ്തിപ്പെട്ടവന് മറ്റൊന്നിനും താല്പര്യം ഉണ്ടാവുന്നില്ല. നിന്നഗാനാം യഥാ ഗംഗാം ദേവനാമച്യുതോ യദ വൈഷ്ണവാനാം യഥാ ശാംഭോ പുരാണാനാം വിധം തദാ. നാരായണ. നദികളുടെ കൂട്ടത്തില് ഗംഗ എന്നതുപോലെ വിഷ്ണു ഭക്തന്മാർക്ക് ദേവന്മാരുടെ കൂട്ടത്തില് അച്യുതൻ എന്ന പോലെയും ശിവനെ പോലെയും പുരാണങ്ങളുടെ കൂട്ടത്തില് ഭാഗവതം ശോഭിക്കുന്നു. നാരായണ. ക്ഷത്രാണാം ചൈവ സർവേഷാം യഥാകാശീം ഹ്യാനുത്തമാം തഥാ പുരാണപ്രധാനാം ശ്രീമദ് ഭാഗവതം ദ്വിജന്മാരെ. സർവക്ഷേത്രങ്ങളുടെയും മധ്യത്തില് കാശി എപ്രകാരം ഉത്കൃഷ്ടമോ അതുപ്രകാരം പുരാണങ്ങളുടെ കൂട്ടത്തില് ശ്രീ മഹാഭാഗവതം ഉത്തമമാണെന്ന്
ഫലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗ ഭക്തിസഹിതം നൈഷ്കർമ്മ്യാം മാവിഷ്കൃതം തച്ഛൃണ്ണൻ വിപടൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്ദ്ര. നാരായണ, മാലിന്യങ്ങളെ നശിപ്പിക്കുന്ന പരിശുദ്ധവും ഐശ്വര്യസമ്പൂർണവും ഭഗവാന്റെ ഗുണഗണങ്ങളെ പ്രതിപാദിക്കുന്നതുമായ മഹാഭാഗവത പുരാണം ഏതൊന്നാണോ അത് വിഷ്ണു ഭക്തന്മാർക്ക് പ്രിയമാകുന്നു. ഏതൊന്നില് പരമഹംസന്മാരിൽ പ്രാപിക്കപ്പെടുവാൻ യോഗ്യതയും ഏകവും അമലവും പരമോത്കൃഷ്ടമായ ബ്രഹ്മജ്ഞാനം ഗാനം ചെയ്യപ്പെടുന്നുവോ അതില് ജ്ഞാനവൈരാഗ്യ ഭക്തിയുക്തമായിരിക്കുന്ന കർമ്മശക്തി പ്രകാശിക്കപ്പെട്ടിരിക്കുന്നു. അത് ശ്രവിക്കുന്നതും ശ്രദ്ധയോടെ പഠിക്കുന്നതും ചിന്തയിൽ മനനം ചെയ്യുന്നതുമായ മനുഷ്യൻ അത് നിമിത്തം ഭക്തി നേടി മുക്തനായിത്തീരുന്നു. നാരായണ കസ്മൈയേന വിവാസിതോ അയമധുരോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണായ നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്ഗതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം വരം ധീമഹി. നാരായണ, അതുല്യവും ജ്ഞാനസ്വരൂപമായ ഈ ഉത്കൃഷ്ട ദീപം പണ്ട് ഭഗവാനാൽ ബ്രഹ്മാവിന്റെ ബ്രഹ്മസ്വരൂപമെടുത്ത് ഭഗവാൻ പിന്നെ നാരദ മുനിക്കും നാരദ സ്വരൂപത്തില് അതേ ഭാവത്തില് വ്യാസമഹർഷിക്കും വ്യാസരൂപമെടുത്ത് യോഗീന്ദ്രനായ ശുഗ ബ്രഹ്മർഷിക്കും ശുഗ രൂപത്തിലിരിക്കുന്ന പരിശുദ്ധ മഹാരാജാവിന് കാരുണ്യത്താൽ പ്രകാശിക്കപ്പെട്ടു. പരിശുദ്ധവും പാപസംബന്ധമില്ലാത്തതും ശോകങ്ങളെയെല്ലാം അതിക്രമിച്ചിരിക്കുന്നതും അമൃത സ്വരൂപവും ത്രികാല സത്യവുമായ ആ ഭാഗവത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യായിദം കൃപയാ തസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ യായിദം കൃപയാ തസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ. സർവസാക്ഷിയും ഭഗവാനുമായ ശ്രീ വാസുദേവന് നമസ്കാരം. യാതൊരുവൻ തന്റെ കാരുണ്യത്താൽ മോക്ഷത്തിന് ആഗ്രഹിച്ച് ബ്രഹ്മാവിന് വേണ്ടിയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചുവോ ആ ഭഗവാന് നമസ്കാരം. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടമ്യോ വിഷ്ണുരാധ മമൂരൂപൻ. നാരായണ. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടമ്യോ വിഷ്ണുരാധ മമൂജത്. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗീന്ദ്രനും ബ്രഹ്മസ്വരൂപനുമായിരിക്കുന്ന ആ ശുഗനായിട്ട് നമസ്കാരം. ആ ശുഗ ബ്രഹ്മഋഷി സംസാരമാകുന്ന സർപ്പത്താൽ ദംശിക്കപ്പെട്ട വിഷ്ണു രാധനായ പരിഷത്തിനെ പൂജിപ്പിച്ചു. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തുന്നോ യദ പ്രഭോ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തുന്നോ യദ പ്രഭോ. നാരായണ. ഹേ പ്രഭോ, ഏതൊരു കാരണമായിട്ട് നിന്ദ്രവടി നാഥനായിരിക്കുന്നുവോ, ഞങ്ങൾക്കെല്ലാം നാഥനായിരിക്കുന്നുവോ, ഇത് കാരണം ഏതേത് ജന്മമെടുത്താലും ഹേ യോഗീശ്വര അങ്ങയുടെ പാദപത്മങ്ങളില് എപ്രകാരം ഭക്തി ലഭിക്കുമോ ആ വിധത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം. നാരായണ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണമോ ദുഃഖശമനസ്തം നമാമി ഹരിം പരം. നാരായണ. ഏതൊരുവിന്റെ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് സർവ പാപങ്ങളെയും നിശേഷം നശിപ്പിക്കപ്പെടുന്നുവോ ആ ഭഗവാനെ ഞങ്ങൾ നമിക്കുന്നു. പരമേശ്വരനായ ശ്രീഹരിയെ ഞങ്ങൾ
ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യസമേതയാം ദ്വാദശസ്കന്ധേ പുരാണ സംഖ്യാനിരൂപണം നാമ ത്രയോദശോऽധ്യായः നാരായണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിംപരായണം വരം ഹരിംപരായണം വരം ഓം പുനഃ പുനർവാദമ്യഃ ഹരിംപരായണം വരം നാരായണ. ഹരി ഓം നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ